ഹലോ, അപ്പം നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് എപ്പാണ് പന്നി ഇറങ്ങിയത്? അത് ഇന്നലെ രാത്രിയാണ് ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. നമ്മളെ സുധാകരേട്ടനാണ് കണ്ടത്. അപ്പം എല്ലാവർക്കും നമ്മുടെ വേൾഡ് നെറ്റിലേക്ക് സ്വാഗതം. എന്നുള്ളത് ഒരു വിജനമായ പ്രദേശത്താണ്. ഇവിടെ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഇതാണ്. ഇവിടെ ഒരു പന്നി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനെ പറ്റിയാണ് ഒരു സ്വദേശിയാണ് ഇവിടെ ഉള്ള മൂപ്പരെ നമുക്ക് ക്യാമറയിൽ കാണിക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് പന്നിനെ കണ്ടതെന്ന് വെച്ചാൽ ഈ പറമ്പിലാണ്. അപ്പോൾ ആദ്യമായിട്ട് കണ്ടത് ഒരാളെ ഉപദ്രവിച്ചിട്ടാണ്. അപ്പോൾ നാട്ടുകാരെല്ലാം ഓടിക്കോടി. അതായത് ഇവിടെയുള്ള രാജേട്ടെ ഒരു ദിവസം രാത്രി മുത്രയ്ക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു പന്നീനെ കണ്ടത്. അപ്പോൾ തന്നെ ഓടിയപ്പോഴാണ് പന്നി പിന്നാലെ കൂടിയത്. അനങ്ങാതെ നിന്നാൽ പിന്നെ അപകടം ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു കണ്ടത്. അപ്പോൾ ഇവിടെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ പേടിച്ചോടിയതുകൊണ്ട് പന്നീൻ്റെ സ്പീഡ് അറിയാലോ. അപ്പോൾ അത്രയും സ്പീഡിൽ വന്ന് അയാളെ കുത്തിയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. ആ പന്നിയുടെ സ്വഭാവത്തിനെ പറ്റിയിട്ട് എന്താ പറയുള്ളത്? രാത്രിയൊക്കെയാണ് ഇറങ്ങി നടക്കുക. മെഞ്ഞാന്ന് പകല് കണ്ടില്ലായിരുന്നു. പിന്നെ പകലായതുകൊണ്ട് ആരെയും ഉപദ്രവിച്ചില്ല. കാരണം എല്ലാവരും ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരാളെ കിട്ടിയ എന്തായാലും കൊല്ലും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പരിക്കേൽപ്പിച്ചിടും. അപ്പോൾ അവിടെയാണ് ഇന്നലെ രാത്രി പന്നിയെ കണ്ടത്. ഇവിടെയുള്ള വീട്ടുകാരിങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ അനക്കം കണ്ടതുകൊണ്ട് അപകടം ഉണ്ടായിട്ടില്ല. വേഗം തന്നെ വീട്ടിൽ കയറിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വാഴനാടിന് ഭീതിജനമായ ഒരു സാധനമാണ് പന്നി. ഇത് മുമ്പത്തെ കുറെ കൊല്ലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണെന്ന് പറയുന്നു. പക്ഷെ ഇതുവരെ ആക്രമിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. പന്നിയാണോ പന്നി കുട്ടിയാണോ നമുക്കറിയില്ല. എന്തായാലും കാര്യമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മളോട് ചോദിക്കാനുള്ളത് പന്നിന്റെ മട എവിടെയാണ്? സംഭവം നാടിന്നാണ് ഇറങ്ങി വരുന്നത്. സംഭവം മുകളിലൊരു മലയുണ്ട്, അവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്. നല്ല ഏകദേശം ഇത്രയൊക്കെ സൈസ് ഉണ്ടാവും. നല്ലൊരു കുത്താണ്. അതിന് തലയോട്ടിക്ക് നല്ല ശക്തിയുണ്ട്. അപ്പം ഞാനും ഇതിനെ നേരിട്ട് കണ്ടിരുന്നു. പക്ഷേ ഞാൻ അധികം അനക്കമൊന്നും ഉണ്ടാക്കാതെ വേഗം രക്ഷപ്പെട്ടായിരുന്നു. ഞാനും ഇതിൽ പെട്ടതായിരുന്നു. ഒരു പന്നീന്റെ മുമ്പിൽ നമ്മള് പെട്ടുപോയാൽ എന്താ ചെയ്യേണ്ടത്? അതായത് നമ്മൾ സെഡ് ആകൃതിയിൽ ഓടിയാൽ പിന്നെ നമ്മൾ നേരെ ഓടിയാൽ പന്നിക്ക് നല്ല ആക്യുറസി ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റ ഇടിയായിരിക്കും. ഓട്ട മത്സരത്തിന് പന്നീൻ്റെ ഓടി നിൽക്കരുത്. അങ്ങനെ എങ്ങനെ ഓടിയാൽ അതിന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ വേഗം തന്നെ ഇങ്ങനെ ഓടിയിട്ട് എവിടെയെങ്കിലും കയറി നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ മരത്ത് കയറുന്നതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? മരത്ത് കയറുന്നത് നല്ല ബലമുള്ള മരത്ത് കയറാനും അറിയണം. പിന്നെ നല്ല ബലമുള്ള മരം ആവണം. കാരണം ഇത് വന്ന് ഇടിച്ച് മരത്തുനിന്ന് വീണ ഉണ്ടാവും ഇതിനെ കുത്തുകയും. വാഴനാടിന് ഭീതിയായ കരിമ്പന്നീനെ നമ്മൾ ഈ സ്ഥലങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൈക്ക് ചെക്കിംഗ്. ഹലോ. അപ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ വാഴകൾക്കെല്ലാം വലിയൊരു കുഴപ്പമായി മാറുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് പേടിയാവുന്നുണ്ട് ഇതിനെതിരെ. അപ്പോൾ നമ്മൾക്ക് ഇതിനെതിരെ ഒരു കർശന നടപടി എടുക്കാനാണ് കൂടും വാർഡും എല്ലാം ആയിട്ട് വന്നത്. ഇനി പന്നീനെ നമുക്ക് വാർഡിലിടാം ഗൈസ്. എന്റെ ഇടാ പന്നീന്റെ ന്യൂസ് സീനാണല്ലോ. ഇതാ വൈറലായി. സ്റ്റാർ വില്ലേജ് കണ്ടിരിക്കേ. സ്റ്റാർ വില്ലേജ് അല്ലേ? സ്റ്റാർ വേൾഡ് ഞാൻ കണ്ടിക്ക്. നല്ല റീച്ച് ഉണ്ട്. 2 മില്യൺ. ഇനി റീച്ചിനെ പറ്റി സംസാരിക്കാണ്ട് നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാലോ? നമുക്ക് ഇതിനെ പിടിച്ചാലോ? പിടിക്കാം. റിസ്ക് ആണ്. ഒരു കുത്ത് കിട്ടിയാൽ ഏറലാവും. ശരി, നമുക്ക് അതിനെ പറ്റി പഠിച്ചിട്ട് പിടിക്കാം. അതായത് പന്നീനൊക്കെ എങ്ങനെ പിടിക്കേണ്ട, ഏത് മരുന്നാ അതിന് യൂസ് ചെയ്യേണ്ടതെന്നല്ലോ നോക്കിയിട്ട് പിടിക്കാം. പിടിക്കുന്ന പോലീസ് ആയിരിക്കും നമ്മളെ. അല്ല, അതൊരു സാമൂഹ്യ പ്രവർത്തകനല്ലേ. നാടിന് ഭീഷണി ആയ സാധനത്തിനാ. നാടിന് ഭീഷണിയായെന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡി സെമിറ്ററിയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പോവാണെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ എന്നാ ഒരു വീഡിയോ കാണട്ടെ അതിനെ പറ്റി. എന്തെങ്കിലും ഒക്കെ ചെയ്യണം. എന്നാ ശരി, ഞാൻ വീട്ടിൽ പോയി ഒരു കാര്യം. ഇന്ന് നമുക്ക് പിടിക്കാൻ പോവാട്ടോ. പോവാം. ഇറങ്ങാം. എനിക്കത് മരുന്നും സ്ക്രീൻഷോട്ടും കൊണ്ടുള്ള പരിപാടിയുണ്ട്. മരുന്നും കിട്ടി. സ്ക്രീൻഷോട്ട് മറ്റേ ഗ്രാനിലൊക്കെ ഉള്ള ടക്ക് എന്ന് പറഞ്ഞ മലയാളം കവണ. അപ്പൊ അത് ഒരു ഇഞ്ചക്ഷനും മരുന്നും കിട്ടി. അതും പന്നീനെ മേത്ത് കൊണ്ടാലും ഉറങ്ങിപ്പോവും.
ഡോസ് കൂടി കൊടുത്താല് ചത്തു കുറേ നേരം ഉറങ്ങും. ഇനിയോ കുപ്പി ഫുള്ള് കൊടുത്താല് ചത്തുപോകും. അല്ലാതെ നമ്മള് കുടിച്ചാലോ? ട്രൈ ചെയ്ത് നോക്കിയാലോ? വീഡിയോ ഇടാം. അപ്പൊ ശരി, ഇനി ഫോണ് എന്തേലും ഉള്ള ഇവിടെ വെച്ചോ. പതറി ഓടാനല്ല. അത് ഓടുമ്പോ നേരെ ഓടാൻ പാടില്ല, സിക്സാക് പോർഷനിൽ ഓടണം. പന്നിക്ക് നേരെ ഓടാനേ കഴിയൂ. അടക്ക്. എടാ നമ്മളെങ്ങനെ പോവാ? നമുക്ക് 2 ദിശയിലേക്ക് പോവാ. ഇനി അങ്ങോട്ട് പോവാ, ഞാൻ ഇങ്ങോട്ട് പോവാ. എന്നാ റെഡി സെറ്റ് ഗോ. ചേനക്കാട്ടിൽ പോവാ. ആടെ ഇന്നലെ കണ്ടു. അയ്യോ, പന്നി ഇനി അങ്ങോട്ടേക്കാണല്ലോ പോണേ. ഓന്റെ കാര്യം തീർന്ന്. അയ്യോ